ഭരണങ്ങാനം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ രാംപ്രസാദ് ലഹരി വിരുദ്ധ ദിന സന്ദേശം നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യത്തിന് ഹാനികരമായ ഒന്നിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിഷം. അപ്പൊ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ ഒന്നാണ് ലഹരി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ഒറ്റയടിക്ക് കടന്നു വരില്ല. നിങ്ങൾക്ക് ആദ്യം ആരെങ്കിലും ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ഈ മുതിർന്ന വ്യക്തികൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് പ്രചോദനം തോന്നിയിട്ട് ആദ്യം ഉപയോഗിക്കുന്നതായിരിക്കും. അത് പല ഗ്രേഡിലുണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ലഹരി ഉപയോഗിച്ചു കഴിയുമ്പോൾ അത് നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ ചിന്താമണ്ഡലത്തെയും ബാധിക്കും. അതുകൊണ്ടാണ് പണ്ട് ചൈനയിൽ ബ്രിട്ടീഷുകാര് യൂറോപ്യന്മാര് കടന്നു കയറിയപ്പോൾ അവരെ കറുപ്പ് വ്യാപിപ്പിച്ചു. കറുപ്പ് എന്ന് പറയുന്നത് ഒരു ലഹരിയാണ്, ഓപ്പിയം. അതിന്റെ പശ്ചാത്തലത്തിലാണ് അവിടെ കറുപ്പ് യുദ്ധം വരെ ഉണ്ടായത്. കറുപ്പിന് വേണ്ടിയുള്ള യുദ്ധം വരെ ഉണ്ടായത്. അത് അവിടെ ഒഴിവാക്കുവാനായിട്ടുള്ള ശ്രമം ചൈന നടത്തി. അപ്പൊ ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരിക. നമ്മുടെ ചിന്തയെയും പ്രവർത്തനത്തെയും ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് ലഹരി. സ്കൂൾ പ്രിൻസിപ്പൽ ജോബി ജോസഫ് അധ്യക്ഷനായിരുന്നു. തുടർന്ന് ലഹരി വിരുദ്ധ സമൂഹത്തിനായി കൈകോർക്കാം കയ്യൊപ്പ് ചേർക്കാം എന്ന പദ്ധതി ഹെഡ്മാസ്റ്റർ ബെന്നിച്ചൻ PI ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും പ്രത്യേകം തയ്യാറാക്കിയ ബാനറിൽ കയ്യൊപ്പ് ചേർത്ത് ലഹരി വിരുദ്ധ സന്ദേശത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ രാംപ്രസാദ് ലഹരി വിരുദ്ധ ദിന റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ലഹരിക്കെതിരായ സന്ദേശങ്ങളടങ്ങിയ പ്ലക്കാർഡുകളുമായി വിദ്യാർത്ഥികൾ റാലിയിൽ അണിനിരന്നു. NCC കേഡറ്റുകളും അധ്യാപകരും റാലിക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ ജെക്സി ജോസഫ്, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സുജാത CB, അധ്യാപക പ്രതിനിധി റെന്നി സെബാസ്റ്റ്യൻ, ക്രിസ്പിൻ സന്തോഷ് എന്നിവർ ആശംസകൾ നേർന്നു. ലഹരി വിരുദ്ധ ദിന പ്രതിജ്ഞ എയ്ബിൾ നോയൽ ചൊല്ലിക്കൊടുത്തു.